ഒരു ദിവസം ഞാൻ ന്യൂസ് പേപ്പർ എടുത്തപ്പോൾ അതിന്റെ ഫ്രണ്ട് പേജിൽ വളരെ കൗതുകകരമായ ഒരു ചിത്രം കണ്ടു. അത് ഇപ്രകാരമായിരുന്നു: ഒരു എലിപ്പെട്ടി, അതിന്റെ അകത്ത് ഒരു എലി കിടപ്പുണ്ട്. ആ എലിപ്പെട്ടി ഇങ്ങനെ റോഡിന്റെ നടുക്ക് കിടക്കുവാണ്. ഈ എലിപ്പെട്ടിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു പൂച്ച വന്നിരിക്കുകയാണ്. എനിക്ക് വളരെ കൗതുകം തോന്നി. കാരണം പൂച്ചയ്ക്ക് ഭക്ഷണത്തിന് ആവശ്യമുള്ള സാധനം തന്റെ തൊട്ടു മുമ്പിലിരിപ്പുണ്ട്. പക്ഷേ അതിനെ ഒന്ന് തൊടാൻ പോലും തനിക്ക് സാധിക്കില്ല. കാരണം അത് പ്രൊട്ടക്റ്റഡ് ആണ്. ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് കൗതുകം ഉണ്ടായെങ്കിലും ഞാൻ അതിനെ സ്പിരിച്വൽ ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. ദൈവം ഒരാൾക്ക് സുരക്ഷ ഏർപ്പെടുത്തുവാണെങ്കിൽ അത് ഇതുപോലെയായിരിക്കും. അതായത് ശത്രുവിന്റെ തൊട്ടു മുൻപിൽ നാം അകപ്പെട്ടാലും നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവം നിമിത്തം നമ്മെ ശത്രുവിന് തൊടാൻ പോലും സാധിക്കില്ല. 91-ാം സങ്കീർത്തനം വളരെ പ്രശസ്തമാണ്, എല്ലാവരും വായിക്കാറുള്ള സങ്കീർത്തനമാണ്. അതിന്റെ അകത്ത് ഇപ്രകാരം ഒരു വാക്യമുണ്ട്: ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല, ഒരനർത്ഥവും നിനക്ക് സംഭവിക്കുകയില്ല. ഞാൻ നിന്നെക്കുറിച്ച് എന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്നെ കാക്കേണ്ടത്. ഹല്ലേലൂയ! എത്ര ധൈര്യം തരുന്ന ഒരു വചനമാണ് അല്ലെ? ദൈവം തന്റെ ദൂതന്മാരെ അയച്ചു വരെയും നമ്മെ പ്രൊട്ടക്ട് ചെയ്യാൻ ദൈവത്തിന് സാധിക്കും. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട ആളാണ് നാം എങ്കിൽ നാം ഒരു ശത്രുവിന്റെ മുൻപിൽ അകപ്പെട്ടാലും നാം ഒന്നും ഭയപ്പെടേണ്ട, അവന് നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കും. ഇതിനോട് കണക്റ്റ് ആയിട്ട് ഒരു സംഭവം ബൈബിളിൽ വിവരിക്കുന്നുണ്ട്. അത് 2 രാജാക്കന്മാരുടെ പുസ്തകമാണ്. അതിന്റെ 6-ാം അധ്യായത്തിനകത്ത് ഒരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞു. എലീശ എന്ന പ്രവാചകനെ കുറിച്ച് പറഞ്ഞു. ആ പ്രവാചകനോട് ആരാം എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ശത്രു രാജ്യത്തിന് ഒരു ദേഷ്യം ഉണ്ടാകുന്നതിന് ഒരു കാരണമുണ്ട്. ഈ ആരാം രാജാവ് വളരെ രഹസ്യമായി അവരുടെ ആലോചന യോഗത്തിന്റെ ഇടയിൽ ശത്രു രാജ്യമായ ഇസ്രായേലിനെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്യും. എന്നാൽ ഇവരെ ആക്രമിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഇവരെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ ഇസ്രായേൽ സൈന്യം അവിടെ ഉണ്ടാവും. ഇത് പല ദിവസം പല സ്ഥലങ്ങളിലൂടെ ആക്രമിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ ഇത് സംഭവിച്ചു. അപ്പോ ആരാം രാജാവ് ഇങ്ങനെ ചിന്തിച്ചു: എന്റെ കൂട്ടത്തിൽ ആരോ ഒരാൾ ചാരനായിട്ടുണ്ട്. ഞാനിവിടെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ അവർ കൃത്യമായി ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം കരുതി. അങ്ങനെ കരുതിക്കൊണ്ടിരുന്നപ്പോ രാജാവ് ഉടനെ തന്റെ ആളുകളോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ആ ചാരനെ കണ്ടുപിടിച്ച് കൊന്നുകളയണം എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ അവരുടെ ആലോചനാ സംഘത്തിന്റെ അകത്ത് വിവരമുള്ള ഒരുത്തനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, രാജാവ് ഇത് അങ്ങനെയല്ല, നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്ന കാര്യം ഇസ്രായേൽ ജനത്തിന്റെ ദൈവം ഇസ്രായേലിന് വേണ്ടി കൊടുത്തിരിക്കുന്ന പ്രവാചകന് പറഞ്ഞു കൊടുക്കും. പ്രവാചകൻ അത് ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ പറഞ്ഞു. രഹസ്യമായി ചെയ്യുന്ന നമ്മുടെ പ്ലാനുകളെല്ലാം ഇസ്രായേൽ രാജാവ് അറിയും. അപ്പൊ ആരാം രാജാവ് പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ആദ്യം ആ പ്രവാചകനെ അങ്ങോട്ട് വെട്ടിക്കളയും. കാര്യം പ്രവാചകനുടെ പ്രായമുള്ള മനുഷ്യനാണ്. പക്ഷെ എങ്കിലും ആ പ്രവാചകനെ കൊന്നുകളയാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരു സൈന്യത്തെ തന്നെ ആരാം രാജാവ് അയക്കുകയാണ്. അപ്പൊ പ്രവാചകൻ താമസിക്കുന്ന ഒരു മലയുടെ മുകളിലാണ്. അപ്പൊ ഈ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി ആ മല മുഴുവൻ ഈ സൈന്യം വന്നു വളർന്നു. രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന പ്രവാചകന്റെ ശിഷ്യം കാണുന്നത് മല നിറയെ ആരാം രാജാവിന്റെ സൈന്യം വാളുമായിട്ട് നിൽക്കുക. എന്തിനു വേണ്ടിയാ? പ്രവാചകനെ കൊല്ലാൻ. പ്രവാചകനെ കൊന്നാൽ ഓട്ടോമാറ്റിക്കലി പ്രവാചക ശിഷ്യനെയും കൊല്ലും. പ്രവാചക ശിഷ്യൻ പേടിച്ചു. അദ്ദേഹം നിലവിളിച്ചു, ഒച്ചയുണ്ടായിക്കൊണ്ട് ഓടി തന്റെ കൂടാരത്തിന്റെ അടുത്തേക്ക് നിന്ന് തന്റെ യജമാനായ പ്രവാചകനോട്, എലീശയോട് കാര്യം പറഞ്ഞു. എലീശ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഈ പ്രവാചക ശിഷ്യനോട്, തന്റെ ശിഷ്യനോട് ഇങ്ങനെ പറഞ്ഞു, പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണെന്ന്. ഇത് കേട്ടപ്പോ പ്രവാചക ശിഷ്യനൊരു കളിയായിട്ട് തോന്നി. കാരണം അദ്ദേഹം നോക്കുമ്പോ മല മുഴുവൻ ആരാം രാജാവിന്റെ സൈന്യം, എതിർപക്ഷത്ത് ഞാനും ഈ പ്രവാചകനും മാത്രം. പക്ഷെ പ്രവാചകൻ പറയുവാണ്, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണെന്ന് പറയുന്നു. പ്രവാചക ശിഷ്യന് വിശ്വസിക്കാൻ സാധിച്ചില്ല. അപ്പൊ പ്രവാചകൻ പ്രാർത്ഥിച്ചു. ആർക്കു വേണ്ടി? ശിഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവമേ, ഇവന്റെ കണ്ണൊന്ന് തുറന്നു കൊടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം പ്രവാചക ശിഷ്യന്റെ കണ്ണ് തുറന്നു കൊടുക്കും. പ്രവാചക ശിഷ്യൻ നോക്കുമ്പോൾ കാണുന്നത് തങ്ങളെ ആക്രമിക്കാൻ ഈ മല മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആരാം സൈന്യത്തിലെ ഓരോ സൈനികന്റെയും അടുക്കൽ
ദൈവത്തിന്റെ ദൂതൻ വാളും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവരനങ്ങിയാൽ അപ്പ കൊന്നുകളയും. അങ്ങനെ ഈ പ്രവാചകനെ സംരക്ഷിക്കാൻ ദൈവം ദൂതന്മാരെ അയച്ചു. എനിക്ക് പറയാനുള്ളത്, ദൈവത്തിന്റെ വചനം അതിൽ വിശ്വസിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി, തന്റെ ജനത്തിനു വേണ്ടി ഒരു സംരക്ഷണം കൽപ്പിച്ചിട്ടുണ്ട്. അത് ലോകത്തിലെ മനുഷ്യർക്കാർക്കും കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല. എങ്കിലും ദൈവം ഒരു സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഈ സംരക്ഷണത്തെ മറികടക്കാൻ ഒരു ശത്രുവിനും സാധിക്കില്ല. ആ റോട്ടിൽ കിടക്കുന്ന എലിക്ക് ഈ പൂച്ച തന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ പേടിയുണ്ട്. പക്ഷെ പൂച്ചയ്ക്ക് തന്നെ തൊടാൻ പോലും സാധിക്കത്തില്ല. കാരണം താൻ എലിക്കണി എന്ന് പറയുന്ന ആ ഒരു പ്രൊട്ടക്ഷന്റെ അകത്താണ്. നിങ്ങൾ എത്ര പേർക്ക് ഇങ്ങനെ ഒരു സംരക്ഷണം ആവശ്യമുണ്ട്? ദൈവത്തിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക, യേശുവിന്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന പദവിയിലേക്ക് കയറുക. നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം സംരക്ഷിക്കും, ദൂതന്മാരോട് കൽപ്പന പുറപ്പെടുവിക്കും. ദൈവം ഇങ്ങനെ നിങ്ങളെ സഹായിക്കട്ടെ, ഇങ്ങനെ നിങ്ങളെ സംരക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.